മഹേഷിന്റെ പ്രതികാരം അത് ആരോട്? നൈസായിട്ട് തേച്ചിട്ട് പോയ സൗമ്യയോടോ? അതോ തന്റെ കരിയറിന് തന്നെ വെല്ലുവിളിയായ ആ ചോദ്യം ഉയർത്തിയ ജിൻസിയോടോ? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഞാൻ AKPLൊക്കെ മെമ്പർഷിപ്പ് ഉള്ള ഒരു ഫോട്ടോഗ്രാഫർ അല്ലടാ, അങ്ങനെയൊക്കെ പറയാം. നമ്മുടെ മഹേഷേട്ടൻ ഈ നിൽപ്പ് നിൽക്കുന്നത് എന്താണാവും നിങ്ങൾ ആലോചിക്കുന്നത്. ആ പാവത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. മഹേഷേട്ടന്റെ മൂക്കിന്റെ തുമ്പത്ത്, കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞ വീരത്തുമ്പത്ത് പുതിയൊരു ഫോട്ടോഷോപ്പ് തുടങ്ങിയേക്കുന്നു. പാവം കഴിഞ്ഞ ആഴ്ചയാണ് പുതിയ ലൊക്കേഷനൊക്കെ ഒന്ന് റെന്റിനെടുത്ത് പുതിയ DSLR ക്യാമറയും അതിന് പറ്റിയ ലൈറ്റപ്പും മൊത്തത്തിലെല്ലാം കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് പുതിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് റെഡിയാക്കി കൊണ്ടുവന്നതായിരുന്നു. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ഈ പുതിയ സംരംഭത്തിന്റെ തുടക്കം. പിന്നെ പുള്ളി എങ്ങനെ വിഷമിക്കാതിരിക്കും? പിന്നില്ലല്ലോ, ഈ പുതിയ സംരംഭക ഒരു പെണ്ണായതില് എനിക്കൊരു ഇച്ചിരി സന്തോഷം കേട്ടോ. നമ്മുടെ വർഗസ്നേഹം. ഇതൊക്കെ ഞാൻ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും എന്റെ ബേസിക് സ്വഭാവം അസൂയ കുശുമൊക്കെയാണ്. നോ, ഞാൻ അത്തരക്കാരി നെഹീഹും. അതേനെ, അവൾ ആറാടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ മഹേഷേട്ടന് മാത്രമല്ല എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും വീഡിയോഗ്രാഫേഴ്സിനും വെല്ലുവിളിയായി അവൾ അവളുടെ കളി തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഫോട്ടോ എടുക്കാൻ നമുക്ക് പുതിയ ലൊക്കേഷൻസ് ഒന്നും തപ്പി പോകണ്ട, ലൈറ്റപ്പ് നോക്കണ്ട, ക്യാമറ ക്വാളിറ്റി വേണ്ട. നമ്മുടെ വീടിനകത്ത് നമ്മുടെ റൂമിലിരുന്ന നമുക്ക് ഫോട്ടോ റെഡി. അതുകൊണ്ട് തന്നെ എന്താ, മേക്കപ്പ് ഇടണ്ട, പുതിയ കോസ്റ്റ്യൂം വേണ്ട, എല്ലാം ലാഭം. ഞാൻ ഓർത്തായിരുന്നേ, അറ്റ്ലീസ്റ്റ് അവൾ ഇതിനെ പേയ്മെന്റെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ കുത്തിക്കഴപ്പ് ഇച്ചിരി ഒന്ന് കുറഞ്ഞാനെ. പക്ഷെ അവൾക്ക് പേയ്മെന്റും വേണ്ട, ബിക്കോസ് ഷീ ഈസ് ഓൾറെഡി റിച്ച്. അവൾക്ക് പേയ്മെന്റിന് പകരം എന്ത് മതി? പ്രോംപ്റ്റ്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കുറെ ആൾക്കാർ ഇപ്പോ പ്രോംപ്റ്റ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അവർക്ക് പക്ഷെ വെറുതെ അവർ നമുക്ക് പ്രോംപ്റ്റ് ഒന്നും തരില്ല. അവരിങ്ങനെ പറയും നമ്മളോട്, നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്താ, നമുക്ക് കമന്റ് ഇട്ടാ, നമുക്ക് ലൈക്ക് തന്നാ, അവർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവർക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ അവർ നമുക്ക് ലിങ്ക് അയച്ചു തരാന്ന്. അപ്പൊ എന്താ, അവർക്ക് ഫോളോവേഴ്സിനും കിട്ടും, നമുക്കുള്ള പ്രോംപ്റ്റും കിട്ടും. ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി, അത്രേ ഉള്ളൂ. ഞാൻ ഓർക്കുമായിരുന്നേ, മഹേഷേട്ടൻ ഇപ്പൊ ഈ പുതിയ സ്റ്റുഡിയോ തുടങ്ങിയ സമയത്ത് ഈ പ്രോംപ്റ്റ് ഒക്കെ വിൽക്കുന്ന ഒരു പരിപാടി തുടങ്ങിയായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാരെ ഈ പൈസ ഒക്കെ കൊടുത്ത് പ്രോംപ്റ്റ് മേടിച്ചേനെ. കാരണം അത്രയും ക്ലാസി പിക്ചർ അല്ലേ അവൾ നമുക്ക് തരുന്നേ. എനിക്ക് തോന്നുന്നില്ല ഒരു ഫോട്ടോഗ്രാഫർക്ക് പോലും അത്രയും അടിപൊളി ഫോട്ടോസ് നമുക്ക് തരാൻ പറ്റുമെന്ന്. എന്താണെന്ന് വിചാരിച്ച ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജമിനിയുടെ ഫോട്ടോസ്? പിന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോ നമ്മുടെ മുഖഭാവത്തിലും മുഖത്തിന്റെ രൂപത്തിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടായിരിക്കും ജമിനി നമുക്ക് ഫോട്ടോസ് തരുന്നത്. ചിലപ്പോൾ നമ്മളുള്ളതിനേക്കാളും കൂടുതൽ സുന്ദരികളായും ചിലപ്പോൾ വിരൂപകളായെല്ലാം ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോ നമ്മൾ വിചാരിക്കും ഇതാരാ, അങ്ങനെയും തോന്നിക്കാം. പിന്നെ എടി ജമിനി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ട്, നീ വല്ലാണ്ട് അഹങ്കരിക്കണ്ട. AI സോഫ്റ്റ്വെയറുകൾ കൂട് പോലെ മുളച്ചു തുടങ്ങുന്ന കാല. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നിന്റെ അഡ്രസ് പോലും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് നീ വല്ലാണ്ട് കളിക്കണ്ട കേട്ടാ.